ഹലോ വാട്സപ്പ് ഗൈസ്, ദിസ് ഡി എക്സ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം റൈസ്റ്റാറിനെ കുറിച്ചാണ്. റൈസ്റ്റാർ ആരെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, കിങ് ഓഫ് ഇന്ത്യൻ സെർവർ. അപ്പോൾ ഗൈസ്, റൈസ്റ്റാറും കാര്യമൊക്കെ 2 ദിവസം മുമ്പേയും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അദ്ദേഹം ഗെയിമിൽ കയറിയിട്ട് നെയിമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അത് കണ്ട് കുറേ ഫാൻസും കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കംബാക്ക് ആണെന്ന്. ഞാൻ കുറേ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും റീൽസും കാര്യമൊക്കെ കണ്ടിട്ടുണ്ട്. ദ കംബാക്ക് ഓഫ് റൈസ്റ്റാർ, അവർ ലെജൻഡ് ഇസ് ബാക്ക് എന്നൊക്കെ. ബട്ട് ദിസ് ഇസ് നോട്ട് കംബാക്ക് ഗൈസ്. ബാക്ക് 777 ചാനലിൽ ഒരു എക്സ്പ്ലെയിൻഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കയറി ചെക്കൗട്ട് ചെയ്യുക എല്ലാവരും. അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നത് ഈ ഫ്രീ ഫയർ അപ്പം ഫെയർ പ്ലേയേഴ്സിനെ കൊണ്ടെന്ന് അറിയുന്നത്, അൺഫെയർ പ്ലേയേഴ്സ് എല്ലാം പോകുന്നത് അപ്പോഴാണ് അദ്ദേഹം കംബാക്ക് അടിക്കുക. മീൻസ് ഹാക്കേഴ്സ് ഇല്ല, പാനൽ യൂസേഴ്സ് ഇല്ല. നമ്മൾ ഓൾഡ് ഫ്രീ ഫയർ തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ ഇല്ലായിരുന്നു. അന്നേരം മാത്രമാണ് അദ്ദേഹം ഗെയിമിൽ തിരിച്ചു കയറുകയെന്ന് പറയുന്നത്. കാരണം പറയുകയാണെങ്കിൽ അദ്ദേഹം നെയിമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കി മാച്ച് കളിക്കാൻ പോയപ്പോൾ മാച്ച് കളിക്കാൻ മൂടില്ല. അതാണ് ബിക്കോസ് അന്ന് റൈസ്റ്റാർ ഗ്യാൻ ഗെയിമിന്റെ ലൈവിൽ 3-4 മാച്ച് കളിച്ചപ്പോൾ ഫുൾ ഹാക്കേഴ്സ് ആണ് ഗൈസ്, ഫുൾ ഹാക്കേഴ്സ്. ഇപ്പൊ 10 കളി കളിച്ചിട്ട് 10 ഹാക്കേഴ്സ് ആണ്. അന്നത്തോടെ നിർത്തിയതാണ് റൈസ്റ്റാർ. ബട്ട് ഗൈസ്, നമുക്ക് റൈസ്റ്റാറിനും ഗ്യാൻ ഗെയിമിനും കാര്യങ്ങളൊക്കെ ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിനായി നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടുന്നത്. ഫ്രീ ഫയർ പ്ലേയേഴ്സിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അതിനായി ഫ്രീ ഫയർ ഇന്ത്യൻ്റെ ഒഫീഷ്യൽ പേജിലും കാര്യങ്ങളൊക്കെ പോയിട്ട് കമന്റ് ബോക്സിൽ കോൾ ബാക്ക് റൈസ്റ്റാർ ആൻഡ് ഗ്യാൻ ഗെയിമിംഗ് എന്ന് കമന്റ് ഇടുക. ഞാനിട്ട കമന്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതുപോലെ ഇടുക. റൈസ്റ്റാറിനെ ഞങ്ങൾക്ക് എന്ത് വില കൊടുത്ത് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. ഇന്ത്യൻ സെർവറിന്റെ ലെജൻഡറി പ്ലെയർ ആണ് ഗൈസ് റൈസ്റ്റാർ. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.